ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീറ്റർ പാൻ കോളറാണ്. നമുക്ക് ഇത് നോർമൽ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സ്മോൾ ബേബീസ് ടു അഡൽട്ട്സ് വരെ യൂസ് ചെയ്യാം. അപ്പം ഞാനിതിന് യൂസ് ചെയ്യുന്നത് കോട്ടൺ 4 ply ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിപ്പ് നോട്ട് യൂസ് ചെയ്തിട്ടാണ്. സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. അത് നമുക്ക് എന്തോരം ലെങ്ത്ത് വേണോ അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. ഞാനപ്പോൾ ഈ സ്ക്രീനിൽ ഓരോ പ്രായത്തിൻ്റെ ഒരു ലെങ്ത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 72 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 6 ചെയിൻ കൂടി ചെയ്യണം. എന്നിട്ട് ഹുക്കിൽ നിന്ന് 6th ചെയിൻ ഉണ്ടല്ലോ, ആ 6th ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പം നമുക്കൊരു ഹോള് പോലെ കിട്ടും. ഇതാണ് നമ്മൾ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹോള്. അപ്പം ഇതിൻ്റെ വലിപ്പവും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹോളിന് വലിപ്പം വേണമെങ്കിൽ ആ 6 എക്സ്ട്രാ ചെയിന് വരെ ഒരു 8 ചെയിനോ, അല്ലെങ്കിൽ ഹോളിന് വലിപ്പം കുറയ്ക്കണമെങ്കിൽ 6 ചെയിന് വരെ 4 ചെയിനോ അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ റിമൈനിങ് ചെയിനിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു റോ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഓരോ ചെയിനിലൂടെയും സിംഗിൾ ക്രോഷേ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ലാസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വർക്കൊന്ന് ടേൺ ചെയ്യുക ഇതുപോലെ. ഇതാണ് നമ്മുടെ റോ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ചെയിൻ 2 ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലോട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യുക. സെയിം സ്റ്റിച്ചിലോട്ട് എന്നിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ
ഒരു ചെയിൻ സ്റ്റിച്ച്, സെയിം സ്റ്റിച്ചിൽ ഒന്നോടെ ഡബിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേൺ നമ്മൾ ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ വരുമ്പോൾ നമുക്കൊരു വി സ്റ്റിച്ചാണ് കിട്ടുന്നത്. ആ ഷേപ്പ് വി പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു റോയുടെ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ വരെ ചെയ്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ റോ 2 കംപ്ലീറ്റ് ആയി. ഇനി റോ 3 നമ്മൾ തുടങ്ങുന്നത് ആ ഒരു വി സ്റ്റിച്ചില്ലേ, ആ വി സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ആ ഒരു സെയിം വി സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പാറ്റേണിനെയാണ് ആ ഒരു സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫാൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ, ഫാൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ DC ആണ്. അതിലോട്ട് ഒരു HDC ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഓരോ വി സ്റ്റിച്ചിൽ ഒരു ഫാൻ സ്റ്റിച്ച്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ, അത് DC സ്റ്റിച്ചാണ്, അതിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ ഒരു റോ ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്യുന്നത്. സിമ്പിൾ പാറ്റേൺ ആണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ട് താഴെയുള്ള റോയുടെ സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ വെച്ച്, അതായത് ബേബീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റോ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം, ഇത്രയും മതി. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ പ്രായമുള്ളവർക്കാണെങ്കിൽ നമ്മൾ അടുത്ത റോയിലോട്ട് പോകാം. ചെയിൻ 1 ചെയ്യുക, പ്രൊജക്റ്റ് തിരിക്കുക. ഇനി റോ 4 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൽ ആ ഒരു നടുക്ക് ഹോളുണ്ട്, അതിലോട്ട് നമ്മൾ അടുത്ത ഫാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. അതായത് 2 DC, ഒരു ചെയിൻ, 2 DC.
എന്നിട്ട് ലാസ്റ്റ് റോയിൽ നിന്നുള്ള HDCയിലോട്ട് ഒരു HDC ചെയ്യുക. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ത്രൂ ഔട്ട് ഈ റോ റിപ്പീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രീവിയസ് റോയിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. അങ്ങനെ റോ 4 കംപ്ലീറ്റ് ആയി. ഇനി റോ 5 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ ഹോളുണ്ടല്ലോ, അതിലോട്ട് 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രീവിയസ് റോയിൽ നിന്നുള്ള HDC സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലോട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഈ ഒരു സെയിം പാറ്റേൺ ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുക. അതായത് ഓരോ ഫാൻ സ്റ്റിച്ചിൽ ഓരോ 5 ഡബിൾ ക്രോഷ്യ വീതം, അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള HDC സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് നമ്മുടെ പ്രീവിയസ് റോയിലെ ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് യാൺ കുറച്ച് എടുത്തിട്ട്, കുറച്ച് അത്യാവശ്യം നീളത്തിനെടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ബട്ടൺ ആണുള്ളത്. നമുക്ക് ഇനി ബട്ടൺ പിടിപ്പിക്കാം. അപ്പോൾ ബട്ടൺ നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് യാൺ വെച്ചിട്ട് സ്യൂവും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ എളുപ്പത്തിൽ കണ്ട ഒരു മാർഗ്ഗമാണ് ഇതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം അതൊരു ഈസി മെത്തേഡാണ്. നമ്മളിപ്പോൾ ഒരു ഓർഡറൊക്കെ ചെയ്ത് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ തുന്നി തന്നെ കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രൊഫഷണൽ വേ. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ പർപ്പസിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ബട്ടൺ അവിടെ ഒട്ടിച്ചു കൊടുത്താലും മതി, നന്നായിട്ടിരിക്കുകയും ചെയ്യും.